കണ്ണൂർ ജില്ലയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. പയ്യന്നൂരിൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ ഉൾപ്പെട്ട 2 പ്രതികൾക്കാണ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻ കോടതി കടുത്ത ശിക്ഷ വിധിച്ചത്. പയ്യന്നൂർ നഗരസഭയിലെ LDF സ്ഥാനാർത്ഥി കൂടിയായ VK നിഷാദ്, TC പിനന്ദകുമാർ എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി 20 വർഷം കഠിന തടവ് ശിക്ഷിച്ചത്. ഈ വിധി കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ CPM കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സജീവ രാഷ്ട്രീയ പ്രവർത്തകനും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമാണ് പ്രതികളിൽ ഒരാൾ എന്ന വസ്തുത ഈ വിധിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി KN പ്രശാന്താണ് കേസിൽ വിധി പ്രസ്താവിച്ചത്. പ്രതികളായ VK നിഷാദിനും TC പിനന്ദകുമാറിനും 20 വർഷം വീതം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഓരോ പ്രതിയും 2.5 ലക്ഷം രൂപ വീതം പിഴ അടയ്ക്കണമെന്നും കോടതി ഉത്തരവിട്ടു. നിയമപരമായ ഇളവുകൾ പരിഗണിച്ച് യഥാർത്ഥത്തിൽ കുറ്റക്കാർ 10 വർഷം തടവ് അനുഭവിച്ചാൽ മതിയാകും. എന്നാൽ ശിക്ഷാ കാലാവധിയിലെ ഈ ഇളവ് പോലും രാഷ്ട്രീയ ആക്രമണ കേസുകൾക്ക് കോടതി നൽകുന്ന പ്രാധാന്യത്തെയും ഗൗരവത്തെയും എടുത്തു കാണിക്കുന്നതാണ്. ഈ ബോംബേറ് കേസിന്റെ മൂല കാരണം 2012-ൽ നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 2012 ഫെബ്രുവരിയിൽ തളിപ്പറമ്പ് അരിയിൽ വെച്ച് കൊല്ലപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകൻ അരിയൽ ഷുക്കൂർ വധവുമായി ബന്ധപ്പെട്ട് CPM നേതാവ് P ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഈ സംഭവം അരങ്ങേറിയത്. സംസ്ഥാന രാഷ്ട്രീയത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച ഷുക്കൂർ വധത്തിൽ പ്രതിഷേധിച്ച് CPM കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനങ്ങളും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നടന്ന പ്രകടനത്തിനിടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. 2012-ൽ പയ്യന്നൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നതിനിടെയാണ് കേസിനാസ്പദമായ സംഭവം. പ്രകടനത്തിനിടെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതികൾ ബോംബ് എറിയുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ഈ ആക്രമണം സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ക്രമസമാധാനം ഉറപ്പാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ബോംബേറ്. ഈ ആക്രമണത്തിൽ പോലീസുകാർക്ക് പരിക്കേൽക്കുകയും പൊതുമുതലിന് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി പൊതുജന മധ്യത്തിൽ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ഭീകരമായി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത്. പ്രതികളുടെ പ്രവൃത്തി ക്രമസമാധാന നിലയ്ക്ക് ഭീഷണിയാണെന്നും ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതികൾക്കെതിരെ ചുമത്തിയ പ്രധാന വകുപ്പുകൾ പൊതുസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കിയതിനും ആയുധം ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചതിനും നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനുമുള്ളതായിരുന്നു. ശാസ്ത്രീയ തെളിവുകളും ദൃക്സാക്ഷി മൊഴികളും ഈ വാദങ്ങളെ ബലപ്പെടുത്തി. രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ബോംബുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കുന്നത് സംസ്ഥാനത്ത് ഒരു പതിവായി മാറിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈ കേസിലെ കടുത്ത ശിക്ഷാവിധിക്ക് വലിയ നിയമപരമായ പ്രാധാന്യവുമുണ്ട്. രാഷ്ട്രീയ അക്രമങ്ങൾക്ക് കോടതികൾ ഇനി മൃദുലമായ സമീപനം സ്വീകരിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം നൽകാൻ ഈ വിധിക്ക് കഴിഞ്ഞു. ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് കർശന ശിക്ഷ നൽകുന്നത് പൊതുസമൂഹത്തിന് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും കോടതി വിലയിരുത്തി. ബോംബേറ് പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷകളിൽ ഒന്നാണിത്. ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളായ VK നിഷാദ് പയ്യന്നൂർ നഗരസഭയിലെ CPM സ്ഥാനാർത്ഥിയായിരുന്നു എന്ന വസ്തുതയാണ് ഈ വാർത്തയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ വന്ന ഈ വിധി നിഷാദിന്റെ സ്ഥാനാർത്ഥിത്വവും CPM പാർട്ടിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയും പ്രതികൂലമായി ബാധിച്ചേക്കാം. പാർട്ടിക്ക് ഏറെ സ്വാധീനമുള്ള ഒരു പ്രദേശത്തെ സ്ഥാനാർത്ഥി ഇത്രയും ഗൗരവകരമായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടത് CPM നേതൃത്വത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. വിധി പുറത്തു വന്നതിന് പിന്നാലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉയർന്നു. പ്രതിപക്ഷം വിധിയെ സ്വാഗതം ചെയ്യുകയും രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് താക്കീതാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. അതേസമയം CPM നേതൃത്വം വിധി നിരാശാജനകമാണെന്നും അപ്പീൽ നൽകുമെന്നും അറിയിച്ചു. പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിൽ ആകസ്മികമായി സംഭവിച്ച കാര്യങ്ങളെ പെരുപ്പിച്ചു കാട്ടിയാണ് കേസ് എടുത്തതെന്ന വാദമാണ് CPM വൃത്തങ്ങൾ ഉയർത്തുന്നത്. എന്നാൽ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ വിധി എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് പയ്യന്നൂർ. ഈ വിധി ആ പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ ഭയം ഉളവാക്കുമെന്നും ഭാവിയിൽ അക്രമ സംഭവങ്ങൾ കുറയാൻ കാരണമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. ബോംബേറ് പോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കോടതി കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കൂടുതൽ ശ്രദ്ധിച്ചേക്കാം. ഈ വിധി കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി മാറുമെന്നതിൽ സംശയമില്ല.